വിഷുവിലേക്കുള്ള ഒരുക്കത്തിൻ്റെ അവസാന ലാപ്പിലാണ് ആളുകൾ ഓടി നടന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കണിക്കൊന്ന കിട്ടാൻ കൂടിയില്ല. പിന്നെ നമുക്ക് ഈ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് വിഷു ഈ പറയുന്ന പോലെ വടക്കോട്ടുള്ളതുപോലെ പടക്കങ്ങളില്ല, ബാക്കി കാര്യങ്ങളില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ ആഘോഷത്തിനൊട്ടും കുറവില്ല. കണി ഒരുക്കാനുള്ള അവസാന തയ്യാറെടുപ്പിലാണ്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ അതിഥി നമ്മളെ കാത്തു നിൽപ്പുണ്ട്, ഒരു സ്പെഷ്യൽ അതിഥി. അപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹം ഇന്ന് രാത്രി തന്നെ ഇറങ്ങിയതിൽ സംശയമുണ്ട് എനിക്ക്. ഇന്ന് രാത്രി തന്നെ ഇറങ്ങിയതിൽ സംശയമുണ്ട്. നമുക്കൊന്ന് നേരിട്ട് തന്നെ ചോദിക്കാം. ചാല മാർക്കറ്റിൽ കൃഷ്ണൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് സാധനം വാങ്ങിച്ച് നാളെ കണി കാണാനായിട്ട് ഒരുങ്ങിയിരിക്കുക. നിങ്ങൾ ഇപ്പോഴേ ഈ റോഡിൽ ഇറങ്ങിയാൽ അങ്ങനെ? പിന്നെ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ കരുതി. എല്ലാ പ്രാവശ്യം നമ്മൾ വിഷുവിൻ്റെ അന്നല്ല ഇറങ്ങുന്നത്, അത് തലേദിവസം ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ അപ്പോൾ എന്താ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഉദ്ദേശം? നമ്മൾ അങ്ങനെ വലിയ ഉദ്ദേശമൊന്നുമില്ല. എല്ലാവർക്കും ഭക്തരെ എല്ലാം നേരിൽ കാണുക, അങ്ങനെ നേരെ തിരിച്ചു പോവുക. ചേട്ടൻ കൃഷ്ണൻ വന്നിട്ടുണ്ടോ? ചേട്ടൻ സാധനം വാങ്ങാൻ ഇറങ്ങിയാണോ? ഓണറാണോ? അല്ല, സാധനം വിഷു കണിക്ക് വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വർഷത്തെ വിഷു? എങ്ങനെയുണ്ട്? നാളെ അറിയാമല്ലേ? അടിപൊളി, നല്ലതായിരിക്കണം. കൊച്ചിയിലേക്ക് നമുക്ക് നോക്കാം. പാലാരിവട്ടത്തെ ഒരു പടക്കക്കടയാണ്. ഈ തിരക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്ത് വലിയ തിരക്കാണ് ഇവിടെ എന്ന്. ഒരു സാദൃശ്യപ്പെടുത്തൽ പറയുകയാണെങ്കിൽ ബിവറേജിനേക്കാൾ വലിയ തിരക്കെന്ന് വേണമെങ്കിൽ പറയാം. വലിയ തിരക്കാണ് പടക്കം വാങ്ങിക്കാൻ. കുടുംബത്തോടെയൊക്കെ ഒരുപാട് പേര് ഓടിയെത്തി പടക്കങ്ങൾ വാങ്ങിക്കുകയാണ്. പലതരം പടക്കങ്ങളാണ് ഈ തവണ, പല വെറൈറ്റികളുണ്ട്. ആ വെറൈറ്റികളൊക്കെ വാങ്ങിക്കുകയാണ് ആളുകൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം, പടക്കത്തിനൊക്കെ നല്ല വിലയാണ്. എന്തൊക്കെയാണ് വാങ്ങിച്ചേ? കമ്പിത്തിരിയും ഇതൊക്കെയാണ് വാങ്ങിച്ചത്. പടക്കം അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ ഇത് പടക്കം വീട്ടിലുണ്ടോ? ഉണ്ടാക്കുന്നതാണോ? ഇല്ലില്ല, ഉണ്ടാക്കുന്നതല്ല, വീട്ടിലുണ്ട് പടക്കം. അപ്പോൾ ഇത് പിള്ളേരും കൂടി മേടിച്ചാണിത്. തികയുന്നില്ല. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു പടക്കം? 600 രൂപ. മകളുടെ നിർബന്ധത്തിലാണോ പടക്കങ്ങൾ വാങ്ങിച്ചത്? നിർബന്ധമുണ്ടോ പടക്കം വേണമെന്ന്? ചെറുതായിട്ട് ഇഷ്ടമാണ്. ഏതൊക്കെ ഐറ്റംസ് വാങ്ങിച്ചു? കമ്പിത്തിരി, മത്താപ്പ്, അതൊക്കെ 600 രൂപയ്ക്ക് വാങ്ങിച്ചു. കണിക്കൊന്നില്ല, കണ്ട പ്ലാസ്റ്റിക് കണിക്കൊന്നായിട്ട്. അത് കൊള്ളാലോ, പുതിയ ഐറ്റം. നോക്കട്ടെ, ഇതെന്താണ് സാധനം? പ്ലാസ്റ്റിക്കോ? ഒറിജിനൽ കിട്ടാത്തോണ്ടാ? ഇത് എവിടുന്ന് മേടിച്ചു? എത്ര രൂപയായി ഇതിന്? 50. എന്തായാലും ഞങ്ങൾ കൊച്ചിക്കാർ കണിക്കൊന്ന കിട്ടിയില്ലെങ്കിൽ ചുമ്മാ ഒന്നും പോകുന്നില്ല. ആണ്ട് പ്ലാസ്റ്റിക് കണിക്കൊന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. കോഴിക്കോട്ടുകാരുടെ എല്ലാ ആഘോഷങ്ങളും ചെന്ന് അവസാനിക്കുന്നത് കോഴിക്കോട്ടെ ഈ മിഠായി തെരുവിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ ആളുകൾക്ക് സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം നമ്മൾ പറയുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ചേച്ചി, പത്രങ്ങളൊക്കെ എടുത്തോ? വിഷു ഇപ്പോൾ നാളെ, ഇത് രാത്രി, നാളെ വിഷു ആഘോഷിക്കാനായി. എടുത്തു കഴിഞ്ഞില്ല ഇപ്പോൾ? എടുത്തുണ്ട്, ഇനിയുണ്ട്, കുറച്ചുകൂടെ പർച്ചേസ് ചെയ്യാം. എങ്ങനെയുണ്ട് പരിപാടി? കുഴപ്പമില്ല. എന്തൊക്കെയല്ലേ പുതിയ ട്രെൻഡ്? എന്തൊക്കെയാണ് ട്രെൻഡ്? മാക്സി, ടോപ്പ്, ലെഗിനി, ജെഗിനി, പലാസ്. 4 ടോപ്പിന് 500 ആക്കി, 4 പലാസ് 500 ആക്കി, മാക്സി 2 300 ആക്കി, ജെഗിന് 150 ആക്കി. ഓഫർ എന്തെങ്കിലും? പ്രത്യേക ഓഫറാ, ഫുൾ ഓഫർ തന്നെ. ഇവിടെ ഓഫറിന് പോയാൽ ഈ വിഷുവിൻ്റെ ഒക്കെ ആഘോഷങ്ങളുടെ സംഗമവേദി കൂടിയായി മാറുകയാണ് കോഴിക്കോട്ടെ ഈ തെരുവ്, SM സ്ട്രീറ്റ്.